ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റും നടന്നപ്പോൾ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മയിലേക്ക് ഞാൻ പോവുകയാണ്. പണ്ട് അമ്മ എനിക്ക് ഒത്തിരി മുടിയില്ലെങ്കിലും എന്താ പറയുക, അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് താളികളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. ഷാമ്പു ഒന്നും മേടിക്കാനുള്ള ഒരു കഴിവൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ താളിയാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ വെള്ളിളം താളി അങ്ങനെയുള്ള താളികളൊക്കെയാണ് ഉപയോഗിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു താളി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയൊക്കെ കൂട്ടി ഒരു കല്ലിൽ അരച്ച് ഉണ്ടാക്കുന്ന താളിയാണ്. അതായത് നമ്മൾ അലക്കുന്ന കല്ലിലൊക്കെയാണ് അരയ്ക്കാറ്. അപ്പം അങ്ങനെ ഞങ്ങളിത് പറിക്കുകയാണ്. നടന്ന പുതിയ മാമൻ്റെ വീട്ടിലത്തെ ആടിൻകുട്ടീനെയൊക്കെ ഇത് പറമ്പിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിനെടുത്ത് കൊഞ്ചിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവന് കുറുമ്പായിപ്പോയി. അവന് എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് താമസിക്കുന്ന വീടിൻ്റെ കിണറിനോട് ചേർന്ന ഒരു കല്ലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് അച്ചും കീച്ചൊക്കെ ഇത് മതി ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ ക്ലിയർ ചെയ്ത് ഞങ്ങൾ അരയ്ക്കുകയാണ് ഗൈസ്. മോന്തര വെള്ളം എടുത്തിട്ട് വാടാ. ഫോൺ വോയിസ് എങ്ങനെയും കൊടുക്കാന്ന് വിചാരിക്കുമ്പോ കാലം മടുവരെ അപ്പൊ തുടങ്ങും കൊട്ടുപാട്ട്. അല്ല ശരിക്കും കുളിക്കണ്ടോ? അങ്ങനെ ഒരുവിധം അരഞ്ഞ് കിട്ടി. നമുക്കിനി അത് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് താളിയാക്കി തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകി കൊടുക്കാം. കാരണം ഒരുപാട് നേരം വെക്കാൻ പറ്റത്തില്ല. ഇത് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നീരിറക്കം ഉണ്ടാവും, തുമ്മലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കൊടുക്കാം. നമ്മളിത് മുടിയൊക്കെ കഴുകി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.